ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ഒരുപാട് ബിഗ് ബോസുകളിലേക്ക് കൂടുതലായും ആണുങ്ങൾ തമ്മിലാണ് വഴക്കുണ്ടാകുന്നത്, പിടിച്ച് തള്ളലുണ്ടാകുന്നത്, ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാകുന്നത്. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് സ്ത്രീകൾ തമ്മിലാണ്. ഇത് ആണുങ്ങൾക്ക് ചാൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ അതോ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്? എന്താണ് അനുമോളുടെ പ്രശ്നം? ജിസേലാണോ പ്രശ്നം? നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നതല്ലേ? ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല, ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നില്ല. എല്ലാത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാനാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല, എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കിച്ചണിൽ ആരും കയറാൻ പാടില്ല. നിങ്ങൾ കരയുന്നത് മാത്രം ശരിയാണ്, മറ്റൊരാൾ കരയുന്നത് ശരിയല്ല. അതെന്താണ് അനുമോൾ? നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ, വീട്ടിലിരിക്കുന്ന ആളുകളെ പറയുന്നു നശിച്ചു പോവണേന്ന് പറയുന്നു, പോടാ പോടി എന്നുള്ള വിളി അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. അപ്പോൾ അനുമോൾ പറയുകയാണ് എന്നെ മാത്രമാണ് ലാലേട്ടൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ വീണ്ടും തുടരുകയാണ്, എല്ലാവരും ടാർഗറ്റ് ചെയ്യും. കാരണം എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യും, ട്രിഗർ ചെയ്യും. ആ ടാർഗറ്റിങ്ങിൽ ഒന്നും തന്നെ വീഴാതെ വാഴുന്നവനല്ലേ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്മ ടിവിയിലൂടെ ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷ്വൽ വീട്ടുകാർക്ക് കാണിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അവരുടെ അനുവാദമില്ലാതെ അവരുടെ ചുണ്ടിൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റെവിടെയെങ്കിലും കൊണ്ടതാണെങ്കിൽ എന്തായിരിക്കും അനുമോളെ സംഭവിക്കുന്നത്? ശേഷം ജിസേലിനോട് ചോദിക്കുന്നത് എന്താണ് ജിസേൽ, എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? അപ്പോൾ ജിസേൽ പറയുകയാണ് ലാലേട്ട ഇത് രണ്ടാമത് തവണയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ആദ്യ തവണ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച സമയത്തും എന്നെ ഇതുപോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത് തവണയാണ്. അനുമോളെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ഉരസിയ സമയത്ത് എൻ്റെ കൺട്രോൾ പോയി, അതുകൊണ്ടാണ് അനുമോളെ തള്ളിയത്, ഉന്തിയത് എന്ന് പറയുന്നു. അത് ജിസയിൽ പറയുന്നത് ശരിയാണ്. കാരണം ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി നിന്ന് കളിക്കാൻ ആർക്കും അവിടെ യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. അപ്പോൾ അനുമോള് ചെയ്തിരിക്കുന്നതും ഇവിടെ തെറ്റ് തന്നെയാണ്, ജിസേൽ ചെയ്തിരിക്കുന്നതും തെറ്റ് തന്നെയാണ്. അപ്പോൾ അനുമോള് ജിസേലിൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി നിന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ആ ഒരു പ്രശ്നത്തെ തുടർന്നാണല്ലോ ജിസേൽ അനുമോളെ തള്ളുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജിസേലിനോട് കുറച്ചൊരു ഇളവ് കൊടുത്തുകൊണ്ട് ലാലേട്ടൻ സംസാരിച്ചതും. എന്തായാലും അപ്പോൾ അനുമോള് ഈ പറയുന്നുണ്ട് എന്നെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നു, പിന്നെ ഇവർ ഗ്യാങ് ആയി നിന്നുകൊണ്ട് എന്നെ കളിയാക്കുന്നു, പാട്ട് പാടുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് നമ്മൾക്ക് അവരോട് ഗ്യാങ് ആയി കളിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാങ് ആയിട്ട് ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത് എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ ആദ്യത്തെ അനുമോള് ആദ്യമായി കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം പോലെയാണല്ലോ അനുമോളെ പറയുന്നത്. എന്നാൽ നിങ്ങൾ തന്നെ ഒരു ഗ്യാങ് ഉണ്ടാക്കൂ, ഗ്രൂപ്പ് ഉണ്ടാക്കൂ എന്നുള്ളതൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുൻപ് നമ്മൾ പ്രൊമോയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഗ്രൂപ്പ് കളിയോ അല്ലെങ്കിൽ ഗ്യാങ് ആയിട്ട് കളിക്കുന്ന കളികൾ, അത്തരത്തിലുള്ള കാർഡുകളെല്ലാം തന്നെ ബിഗ് ബോസ് വലിച്ചു കീറും എന്നുള്ളത് വീണ്ടും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അനുമോൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ അനുമോളുടെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവർ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് പുറത്ത് പ്രേക്ഷകർക്കിടയിൽ അവർക്ക് അത്രയും വലിയൊരു സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളത് ഒരു പക്ഷേ അത് അനുമോൾക്ക് അറിയില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അനുമോൾക്ക് അത് വ്യക്തമായി അറിയുമായിരിക്കും. കാരണം മുൻപുള്ള സീസണുകളൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ ഒരു ഷോയിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അത് അനുമോൾക്ക് അറിയുമായിരിക്കും. പിന്നെയും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, എല്ലാവരും കൂടി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, എല്ലാവരും കൂടി എന്നെ ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ പ്രേക്ഷകർക്കിടയിലേക്ക് അനുമോൾ ഇട്ടുകൊടുക്കുകയാണ് എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇതിന് ശേഷം ലാലേട്ടൻ ഇവർക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഇവരെ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ജയിലിലേക്ക് പോകാനും ഡയറക്റ്റ് നോമിനേഷനിൽ രണ്ടുപേരെ ഇടാനും പിന്നെ രണ്ട് ബാഡ്ജ് കൊടുക്കുന്നുണ്ട്. അതായത് അനുമോളുടെ ഫോട്ടോ പതിപ്പിച്ച ബാഡ്ജ് ജിസേലിനും ജിസേലിൻ്റെ ഫോട്ടോ പതിപ്പിച്ച ബാഡ്ജ് അനുമോളും ധരിക്കണം. ഇത് ഒരാഴ്ച ഇത്തരത്തിൽ ധരിച്ചുകൊണ്ട് വേണം നടക്കാൻ. ഇതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപക്ഷെ ലാലേട്ടൻ അത്രയധികം റോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിരിക്കുന്നത് അനുമോളെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം ജിസേലിനെ അത്രമാത്രമൊന്നും ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. കാരണം അനുമോളാണല്ലോ ഒരുപക്ഷെ ഈ ആ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി ജിസേലിൻ്റെ ചുണ്ടിൽ വരച്ച ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലാലേട്ടൻ അത്രയൊന്നും പറയാതിരുന്നത്. എന്തായാലും അനുമോൾക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു തെറ്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഗ്രാഫ് ഉയർത്തി കൊണ്ടുവന്നാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ഒരുപാട് ഗെയിം കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. നമ്മൾ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ. ടോപ്പ് 5 ടൈറ്റിൽ വിന്നറൊക്കെ ആവാൻ
സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും കരയുന്ന അല്ലെങ്കിൽ കരഞ്ഞു മെഴുകുന്ന ആ ഒരു രീതി അത് പ്രേക്ഷകർക്ക് തന്നെ വല്ലാത്തൊരു അലോസരമായി മാറുന്നുണ്ട്. കാരണം അത് സിമ്പതി എന്നുള്ള ബേസിലായിരിക്കാം അനുമോൾ ഒരു പക്ഷേ പുറത്തോട്ട് ഈ ഒരു കാര്യങ്ങൾ ഇറക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് കാണുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അത് വല്ലാത്ത ഇറിറ്റേഷൻ ആകും. എന്തായാലും നല്ലൊരു ഗെയിം തീർച്ചയായും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ജിസയിലും അനുമോളുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ കൊടുത്തിരിക്കുന്ന ശിക്ഷ അതിൽ പ്രേക്ഷകർ സാറ്റിസ്ഫൈഡ് ആണോ? എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.